കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും നിർണായകവും അതുപോലെ അതിനാടകീയമായ ഒരു ഘട്ടത്തിലൂടെയാണ് നിലവിൽ സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയെ അധികാരമേൽക്കുന്നതിലൂടെ കോൺഗ്രസിനുള്ളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അത് തങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാക്കി മാറ്റാനാണ് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം അതുപോലെ സംസ്ഥാന നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെ തകർക്കാൻ ബി.ജെ.പി. സ്വീകരിച്ച അതേ തന്ത്രം കേരളത്തിലും പയറ്റാനാണ് അവർ പദ്ധതിയിടുന്നത്. അവിടെ സുവേന്ദു അധികാരിയെ പോലുള്ള കരുത്തരായ നേതാക്കളെ അടർത്തിയെടുത്ത പോലെ കേരളത്തിലും കോൺഗ്രസിൽ നിന്നും അതുപോലെ ഇടതുപക്ഷത്തു നിന്നും പ്രമുഖരെ തങ്ങളുടെ പാളത്തിലെത്തിച്ച് അതിലൂടെ അധികാരം കരസ്ഥമാക്കാനുള്ള ലക്ഷ്യത്തോടെയാണ് ബി.ജെ.പി. മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ വളരെ തന്ത്രപരമായ ചില പ്രചരണങ്ങളും നീക്കങ്ങളും അവർ തുടക്കമിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കിയത് മുസ്ലിം ലീഗിന്റെ താല്പര്യപ്രകാരമാണെന്നും ഇത് കോൺഗ്രസ് കേരളത്തിൽ നടപ്പിലാക്കുന്ന ലീഗ് അജണ്ടയാണെന്നും ബി.ജെ.പി. ദേശീയ തലത്തിൽ വലിയ തരത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. സംസ്ഥാന തലത്തിലും അത് വലിയ പ്രചരണായുധമാക്കി അവർ കൊണ്ടു നടക്കുന്നുമുണ്ട്. കേരളത്തിലെ ഹൈന്ദവ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാനും ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ആശങ്ക ജനിപ്പിക്കാനുമാണ് ഇത്തരമൊരു വർഗീയ ചേരിതിരിവ് ബി.ജെ.പി. ലക്ഷ്യം വെക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകൾ നേടിയത്, അതായത് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകൾ നേടിയത് അവരുടെ ആത്മവിശ്വാസം വലിയ തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാൻ സാധ്യതയുള്ളതിനാൽ ഈ ചുരുങ്ങിയ കാലയളവിൽ പരമാവധി രാഷ്ട്രീയ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് കേന്ദ്ര നേതൃത്വം കേരള ഘടകത്തിന് നൽകിയിരിക്കുന്ന പ്രധാന നിർദ്ദേശം. ബി.ജെ.പിയുടെ പ്രധാന ലക്ഷ്യം കോൺഗ്രസിലെ അതിർത്തിയുള്ള മുതിർന്ന നേതാക്കളെ ഒപ്പം കൂട്ടുക എന്നുള്ളതാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിക്കപ്പെട്ടിട്ടും അവസാന നിമിഷം പിന്തള്ളപ്പെട്ട രമേശ് ചെന്നിത്തലയെ ബി.ജെ.പി. ഗൗരവമായി സമീപിച്ചതായുള്ള സൂചനകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ചെന്നിത്തലയും അദ്ദേഹത്തിനോട് കൂറ് പുലർത്തുന്ന എം.എൽ.എമാരെയും ഒപ്പം നിലനിർത്തിയാൽ അല്ലെങ്കിൽ ഒപ്പം നിർത്തിയാൽ അതുപോലെ നേതാക്കളെയും കൂടെ നിർത്തിയാൽ കോൺഗ്രസിന്റെ അടിത്തറ തകർക്കാമെന്നാണ് ബി.ജെ.പി. കണക്ക് കൂട്ടുന്നത്. ഇതിനായി കേന്ദ്ര മന്ത്രിസഭയിൽ നിർണായകമായ പദവികൾ വരെ ബി.ജെ.പി. വാഗ്ദാനം ചെയ്തതായും വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതൊന്നും കൂടാതെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ എൻ.ഡി.എ. പാളത്തിൽ എത്തിക്കാൻ ജോസ് കെ മാണിക്ക് കേന്ദ്ര മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തതും ഓപ്പറേഷൻ താമരയുടെ ഭാഗം കൂടിയാണ്. എന്നാൽ ബി.ജെ.പിയുടെ ഈ നീക്കങ്ങൾ വെറും ദിവാസ്വപ്നം മാത്രമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും അടക്കം വിലയിരുത്തുന്നത്. കെ.എസ്.യു. കാലഘട്ടം മുതൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന രാജീവ് ഗാന്ധിയുടെ കാലം മുതൽ നെഹ്റു കുടുംബവുമായി അടുത്ത ബന്ധമുള്ള രമേശ് ചെന്നിത്തല ഒരിക്കലും ബി.ജെ.പി. നടത്തുന്ന കുതിരക്കച്ചവടത്തിന് വഴങ്ങില്ല എന്ന് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ ഉറപ്പിച്ച് പറയുന്നു. അതുമാത്രമല്ല, അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. ബി.ജെ.പിയുടെ ഇത്തരം വ്യാമോഹങ്ങൾ കേരളത്തിലെ മണ്ണിൽ നടപ്പിലാകില്ലെന്നും ചെന്നിത്തലയുടെ രാഷ്ട്രീയ നിലപാടുകൾ എക്കാലവും മതനിരപേക്ഷതയ്ക്ക് ഒപ്പമായിരിക്കുമെന്നും അവർ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നേരിട്ട് തന്നെ രമേശ് ചെന്നിത്തലയുടെ വസതിയിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി. വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലാണ് ഈ ചർച്ചകളെല്ലാം നടന്നത്. ചെന്നിത്തല ഉന്നയിച്ച എല്ലാ ബുദ്ധിമുട്ടുകളും പരാതികളും സതീശൻ ശ്രദ്ധയോടെ കേൾക്കുകയും അവ പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുമുണ്ട്. ഇരുവരും തമ്മിലുള്ള സംഭാഷണത്തിന് ശേഷം പുറത്തുവന്ന വിവരങ്ങൾ പ്രകാരം ഇവർ ഒരു സമവായത്തിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട ഇരുവരും രാഷ്ട്രീയപരമായ ഐക്യത്തിനുള്ള സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. മന്ത്രിസഭയിൽ ചെന്നിത്തല ഉണ്ടാകുമെന്ന ചോദ്യത്തിന് അതൊക്കെ പാർട്ടി തീരുമാനിക്കുമെന്ന നയപരമായ മറുപടിയാണ് രണ്ടുപേരും നൽകിയിരിക്കുന്നത്. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. സതീശൻ മുഖ്യമന്ത്രിയായതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഹൈക്കമാൻഡിന്റെ തീരുമാനത്തെ ഞാൻ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാവിലെ ഗുരുവായൂരിൽ 1-ാം തീയതി ആയതുകൊണ്ട് ഗുരുവായൂർ പോയി ഞാൻ തൊഴിലത്ത് പത്രക്കാരെ കണ്ടപ്പോൾ ഞാനിത് പറഞ്ഞതാണ്. അദ്ദേഹം ഇവിടെ പറഞ്ഞു, വളരെയേറെ വ്യക്തിപരമായ ബന്ധങ്ങളുള്ളവരാണ് ഞങ്ങളെല്ലാവരും. തീർച്ചയായിട്ടും കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണത്തിൽ നിന്നുള്ള കേരളത്തെ മോചിപ്പിക്കാനുള്ള ദൗത്യം അദ്ദേഹത്തിനാണ് പാർട്ടി ഹൈക്കമാൻഡ് ഏൽപ്പിച്ചിട്ടുള്ളത്. അത് പാർട്ടി പ്രവർത്തകരും ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് നിറവേറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പാർട്ടി തീരുമാനിക്കേണ്ട കാര്യം. ഒരു ഉപാധിയില്ല, ഞങ്ങൾ തമ്മിൽ എന്ത് ഉപാധി? നമ്മളിപ്പോൾ കണ്ട ദൃശ്യങ്ങളിൽ സതീശനും അതുപോലെ ചെന്നിത്തലയും പറയുന്ന കാര്യങ്ങൾ തന്നെ കേൾക്കുമ്പോൾ മനസ്സിലാകും ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് വരാനുള്ള സാധ്യതകളെ ഒന്നും തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളത്. ഏതാണ്ട് വൈകുന്നേരത്തോടുകൂടി അതും തീരുമാനമാകും. കാരണം ചെന്നിത്തലയില്ലാതെ മന്ത്രിസഭ ഉണ്ടാകില്ല എന്നത് കൃത്യമാണ്. അത് സതീശന് സമ്മതിക്കില്ല. സതീശനുണ്ടെങ്കിൽ അതിനൊപ്പം തന്നെ ചെന്നിത്തലയും ഉണ്ടാകണമെന്നുള്ളത് സതീശന്റെ വാശി കൂടിയാണ്.
ആഭ്യന്തര വകുപ്പ് ചെന്നിത്തലയ്ക്ക് നൽകി അദ്ദേഹത്തെ ഒപ്പം നിർത്താനാണ് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നതെങ്കിലും ആ വകുപ്പ് എന്തായാലും സതീശൻ വിട്ടുകൊടുക്കാൻ തയ്യാറാകില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എങ്കിലും ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. CPM-ന്റെ അവസ്ഥയും BJP-ക്ക് ആത്മവിശ്വാസം നൽകുന്ന ഘടകം കൂടിയാണ്. ഭരണവിരുദ്ധ വികാരം ശക്തമായതിനെ തുടർന്ന് വലിയ തോൽവി ഏറ്റുവാങ്ങിയ ഇടതുപക്ഷത്തിന് വീണ്ടും പിണറായി വിജയനെ തന്നെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തത് രാഷ്ട്രീയപരമായ മണ്ടത്തരമാണെന്നാണ് BJP വിലയിരുത്തുന്നത്. ഇത് ജനങ്ങൾക്കിടയിൽ ഇടതുപക്ഷത്തോടുള്ള എതിർപ്പ് വർദ്ധിപ്പിക്കുമെന്നും ആ വോട്ടുകൾ BJP-യിലേക്ക് കേന്ദ്രീകരിക്കുമെന്ന് അവർ കണക്കുകൂട്ടുകയും ചെയ്യുന്നു. എന്നാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് അതീവ ജാഗ്രതയിലാണ്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും നേരിട്ടാണ് കേരളത്തിലെ കാര്യങ്ങൾ നിരീക്ഷിച്ചു വരുന്നത്. രമേശ് ചെന്നിത്തലയെ പോലൊരു മുതിർന്ന നേതാവ് പാർട്ടി വിടുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് രാഹുൽ ഗാന്ധി നിരീക്ഷകർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതെന്തായാലും ഉണ്ടാകില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ചെന്നിത്തല എപ്പോഴും പാർട്ടിക്ക് എതിരായി നിന്നിട്ടുള്ള മികച്ച നേതാക്കന്മാരിൽ ഒരാളാണ്, സത്യസന്ധനായ നേതാക്കന്മാരിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടായാലും എത്ര തന്നെ തടയപ്പെട്ടാലും ചെന്നിത്തല എന്നും കോൺഗ്രസിനോടൊപ്പം തന്നെ നിൽക്കുമെന്ന കാര്യം യാഥാർത്ഥ്യമാണ്. ചെന്നിത്തലയുടെ സേവനം പാർട്ടിക്കും സർക്കാരിനും അത്യാവശ്യമാണെന്ന നിലപാടാണ് സോണിയാഗാന്ധിക്കുള്ളത്. KC വേണുഗോപാലും A ഗ്രൂപ്പും മന്ത്രിസഭാ രൂപീകരണത്തിൽ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും സതീശൻ ചെന്നിത്തല കൂടിക്കാഴ്ചയോടുകൂടി തന്നെ തർക്കങ്ങൾ പരിഹരിക്കപ്പെടുന്ന ശുഭപ്രതീക്ഷ തന്നെയാണ് അണികളെല്ലാവരും. BJP-യുടെ രാഷ്ട്രീയ അജണ്ടകൾക്ക് കേരളത്തിൽ വേരോട്ടം ലഭിക്കണമെങ്കിൽ കോൺഗ്രസിലെയോ CPM-ലെയോ കരുത്തരായ നേതാക്കളുടെ പിന്തുണ അനിവാര്യമാണ്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനോടത്ത് ഇടതുപക്ഷത്തു നിന്ന് പോയ MLA-മാരെ ഇടതുപക്ഷ പ്രതിനിധികളെല്ലാം അതുകൊണ്ടൊന്നും ഒരു ഗുണവുമില്ല എന്ന് BJP-ക്ക് ഇതിനോടൊപ്പം തന്നെ മനസ്സിലായിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ വോട്ടർമാരുടെ മനോഭാവവും രാഷ്ട്രീയ പ്രബുദ്ധതയും ഇത്തരം കുതിരക്കച്ചവടങ്ങളെ അംഗീകരിക്കില്ല എന്നുള്ള തെളിവ് കൂടിയാണ് മുൻ MLA അടക്കമുള്ളവർ തോറ്റു തുന്നം പാടിയത്. അവിടെ BJP 3 സീറ്റുകൾ നേടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അവരുടെ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ കുറവാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൂടി മനസ്സിലാക്കണം. രമേശ് ചെന്നിത്തലയെ ലക്ഷ്യം വെച്ചുള്ള BJP-യുടെ നീക്കങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നും അത് വിജയിക്കില്ലെന്നും രാഷ്ട്രീയ വിദഗ്ധർ തന്നെ പറയുകയും ചെയ്യുന്നു. സതീശൻ മന്ത്രിസഭയ്ക്ക് മുന്നിലുള്ളത് 3 വർഷം വരെ നിർണായകമായ കാര്യമാണ്. ഈ കാലയളവിൽ ജനകീയ പദ്ധതികൾ നടപ്പിലാക്കുകയും പാർട്ടിക്കുള്ളിലെ ഐക്യം കാത്തുസൂക്ഷിക്കുകയും ചെയ്യാൻ മാത്രമേ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മാത്രമേ BJP-യുടെ വളർച്ച വലിയ തരത്തിൽ തടയാൻ കോൺഗ്രസിന് സാധിക്കുകയുള്ളൂ. സതീശന്റെ പിടിവാശികൾ മാറ്റി നിർത്തി മുതിർന്ന നേതാക്കളെ കൂടി വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ കോൺഗ്രസിന് കേരളത്തിൽ ശക്തമായ തിരിച്ചുവരവ് കൂടി നടത്താനും കഴിയും. അടുത്ത തെരഞ്ഞെടുപ്പ് 2029 ലോക്സഭയിൽ നടക്കാൻ സാധ്യതയുള്ളതിനാൽ വരാനിരിക്കുന്ന ഓരോ രാഷ്ട്രീയ നീക്കവും അളന്നു തൂക്കിയുള്ളതായിരിക്കും കൂടി ചെയ്യും. അതുകൂടാതെ BJP-യുടെ മിഷൻ കേരള പരാജയപ്പെടുത്താൻ മതനിരപേക്ഷ വോട്ടുകൾ ഒരുമിച്ച് നിൽക്കണമെന്ന ആവശ്യവും ശക്തം തന്നെയാണ്. ജോസ് കെ മാണി പോലുള്ള നേതാക്കളെ വശത്താക്കാൻ BJP നടത്തുന്ന നീക്കങ്ങളെ ഇടതുമുന്നണിയും കരുതലോടെയാണ് കാണുന്നത്. ചുരുക്കത്തിൽ കോൺഗ്രസിലെ സതീശൻ ചെന്നിത്തല ദ്വയത്തിന്റെ ഐക്യവും അതുപോലെ ഹൈക്കമാൻഡ് കൃത്യമായ ഇടപെടലും BJP-യുടെ കുതിരക്കച്ചവട ശ്രമങ്ങൾക്ക് ശക്തമായ മറുപടിയായി മാറുകയും ചെയ്യും. രമേശ് ചെന്നിത്തല എന്ന നേതാവ് കോൺഗ്രസിനൊപ്പം തന്നെ ഉറച്ചു നിൽക്കുമെന്നും BJP-യുടെ വാഗ്ദാനങ്ങൾ വെറും പാഴ്വാക്കുകളായി അവശേഷിക്കുമെന്നുമാണ് നിലവിലെ രാഷ്ട്രീയ ചിത്രം തന്നെ വ്യക്തമാക്കുന്നത്. ഭരണ തുടർച്ചയ്ക്കായി സതീശൻ നടത്തുന്ന ശ്രമങ്ങൾ ചെന്നിത്തലയുടെ പരിചയസമ്പത്ത് മുതൽക്കൂട്ടായാൽ BJP-യുടെ നീക്കങ്ങളെ എളുപ്പത്തിൽ പ്രതിരോധിക്കാൻ സാധിക്കും. ഇനിയുള്ളത് മിഷൻ 2029 അതിനുള്ള തുടക്കങ്ങൾ രമേശ് ചെന്നിത്തലയും അതുപോലെ VD സതീശനും KC വേണുഗോപാലും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുമുണ്ട്. വരും ദിവസങ്ങളിൽ മന്ത്രിസഭാ രൂപീകരണവും വകുപ്പ് വിഭജനങ്ങളും അതുപോലെ കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി തീരുമാനിക്കുവാൻ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യും. BJP ദേശീയ നേതൃത്വം എത്രയൊക്കെ ശ്രമിച്ചാലും കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തേണ്ടി വരും, അല്ലെങ്കിൽ ബോധ്യപ്പെടേണ്ടി വരും. കുതിരക്കച്ചവടം എന്ന രാഷ്ട്രീയ അധർമ്മത്തിന് ചെന്നിത്തലയെ പോലുള്ള നേതാക്കൾ കൂട്ടുനിൽക്കില്ലെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ. എന്നതിനേക്കാളെല്ലാം ഉപരി ചെന്നിത്തല ഒരിക്കലും BJP പാളത്തിൽ പോകില്ല എന്ന് എല്ലാവർക്കും അറിയാം. അത് 100% ഉറപ്പും തന്നെയാണ്. സതീശൻ ചെന്നിത്തല കൂടിക്കാഴ്ചയോടെ കോൺഗ്രസിലുണ്ടായ ആശ്വാസം അണികളിലും വലിയ ചലനം സൃഷ്ടിച്ചിട്ടുമുണ്ട്. വികസനവും ഐക്യവും മുൻനിർത്തി സതീശൻ സർക്കാർ മുന്നോട്ട് പോയാൽ BJP-യുടെ എല്ലാ തന്ത്രങ്ങളെയും പരാജയപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ രാഷ്ട്രീയ നാടകങ്ങൾക്കിടയിൽ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് സതീശന്റെയും പ്രതിപക്ഷത്തിന്റെയും പ്രാഥമിക ഉത്തരവാദിത്തം എന്നത്. അതായത് പിണറായി നയിക്കുന്ന പ്രതിപക്ഷവും സതീശന്റെ ഭരണപക്ഷവും നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ BJP ഇവിടെ ഒരിടത്തും വളരില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. BJP-യുടെ വ്യാമോഹങ്ങൾക്കും രാഷ്ട്രീയ അടവുകൾക്കും അപ്പുറം കേരളത്തിൻ്റെ മതനിരപേക്ഷത കാത്തുസൂക്ഷിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയട്ടെ എന്നാണ് ഈ സാഹചര്യത്തിലെ പൊതുവികാരം കൂടി.